ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചില്ലി. അപ്പോൾ ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വലിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് റെഡിയാണ്. നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി സോസ്, പിന്നെ കുറച്ച് ഉപ്പ്, ഇതാണ് വേണ്ടത്. ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ബീഫൊക്കെ അധികം എങ്ങനെ ഉണ്ടാക്കല്ലേ, ഒന്നെങ്കിൽ വരട്ടും അല്ലെങ്കിൽ കറിയൊക്കെ വെക്കും അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ വന്നപ്പോൾ ഉമ്മച്ചിയോട് പറഞ്ഞു ബീഫ് ഉണ്ടാക്കാം, പക്ഷേ സാധാരണമാരി ഉണ്ടാക്കണം, കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മച്ചി ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഈ റെസിപ്പി. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇനി മസാലയ്ക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാല മുഴുവൻ ബീഫിൽ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായി ഇത് ഇളക്കി കൊടുക്കണം. നന്നായി മസാല മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആ ബീഫ് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം തന്നെ ഇത് കട്ട് ചെയ്യരുത്. നമ്മൾ വലിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ നമുക്കിതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബീഫ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം, ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അധികം എരിവ് ഉണ്ടാവില്ല, പക്ഷേ നല്ല കളറും ഉണ്ടാവും. നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ചും കൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും കുറച്ചുകൂടി കുരുമുളക് പൊടി കൂടി ഈ മസാലയ്ക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ബീഫിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തതാണ്, പക്ഷേ എന്നാലും ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് അതുപോലെ ഇത്തിരി മതിയിട്ട്, കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് ഉപ്പ് കൂടണ്ട, ഇത്തിരി ടേസ്റ്റിന് വേണ്ടി മാത്രം ഉപ്പിട്ടാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 3 സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ഇടുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ കറിവേപ്പില ആ മസാലേൻ്റെ കൂടെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക, ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുക. ചിലർ ഇതുപോലെ എന്താ പറയുക, കറിവേപ്പില ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട് ബീഫിന് മുകളിൽ ലാസ്റ്റ് ഇടും, പക്ഷേ അതിനെക്കാട്ടിൽ നമ്മൾ ആ ഫ്രൈ ചെയ്യുന്ന മസാലയ്ക്ക് ഇടുമ്പോൾ ആ ടേസ്റ്റ് വേറെ തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് സ്റ്റോക്ക് ഉണ്ടാവും, അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത മസാലയ്ക്ക് ഇതുണ്ട്, നമ്മൾ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി വേവിച്ചതല്ല, അതുകൊണ്ട് അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തെടുത്ത് ബീഫ് ഇതാ റെഡി ആട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വെന്ത സാധനം ആയതുകൊണ്ട് അധികം വേവേണ്ട ആവശ്യമില്ല. മറിച്ചിട്ടിട്ട് വേവെടുക്കുക. പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കണമെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കണം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നത്.
അങ്ങനെ നമ്മൾ ബീഫ് ചില്ലി റെഡി ആട്ടോ ഗൈസ്. നല്ല ടേസ്റ്റാണ് ഇത് സംഭവം. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം, സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.